ലവ്ലി ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ LDC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വീഡിയോ ക്യാപ്സൂളുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ക്യാപ്സൂളിൻ്റെ 10ാമത്തെ വീഡിയോയിലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കേരള ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളെക്കുറിച്ചും ഇതേപോലെ വീഡിയോ ക്യാപ്സൂളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യാം. ദിവസവും നമ്മൾ വീഡിയോ ക്യാപ്സൂളുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. നമുക്കറിയാം 1930 ഉപ്പ് സത്യാഗ്രഹം കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നത്. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേരള ഉപ്പ് സത്യാഗ്രഹം. പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം. കേരള ഉപ്പ് സത്യാഗ്രഹം 1930. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം, ഡേറ്റ് 1930 ഏപ്രിൽ 13. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കെ കേളപ്പൻ. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട മറ്റു നേതാക്കളാണ് പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, PC കുഞ്ഞിരാമൻ നമ്പ്യാർ. അപ്പോൾ കെ കേളപ്പനോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കളാണ്, പ്രധാനപ്പെട്ട നേതാക്കളാണ് പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, PC കുഞ്ഞിരാമൻ നമ്പ്യാർ. ദെൻ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയായിരുന്നു? ധാരാളം പ്രാവശ്യം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ആവർത്തന ചോദ്യമാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം നമുക്ക് എല്ലാവർക്കും അറിയാം, പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ പയ്യന്നൂരാണ് ആൻസർ, ഉളിയത്ത് കടവ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരിനെയാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. ഉളിയത്ത് കടവ് എന്ന സ്ഥലത്താണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂരിലെ പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ് കെ കേളപ്പനാണ്. അപ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. അതേപോലെ തന്നെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചാലും കെ കേളപ്പനാണ് ആൻസർ. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്ര? ആൻസർ 32. അപ്പോൾ കെ കേളപ്പനോടൊപ്പം ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. 32. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ്. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ്. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയതാണ് കെ കേളപ്പൻ, അല്ലെങ്കിൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് എന്ന് ചോദിച്ചാലും കെ കേളപ്പനാണ്. കോഴിക്കോട് ജില്ലയിൽ എന്ന് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ദെൻ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21. 1930 ഏപ്രിൽ 21 ഉപ്പ് കുറുക്കിയിട്ട് നിയമം ലംഘിച്ചത്. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത്, ആ നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21. നമ്മൾ കണ്ടു 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരേ. അപ്പോൾ ആ ജാഥയിൽ എല്ലാവരും ചൊല്ലിയിരുന്ന, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരേ എന്ന പ്രധാനപ്പെട്ട ഒരു ഗാനം.
വരിക വരിക സഹചരെ. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇനി വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര്? അംഷി നാരായണപിള്ള. ഈ ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അംഷി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യഗ്രഹ ജാഥ നയിച്ചത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യഗ്രഹ ജാഥ നയിച്ചത്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. പയ്യന്നൂരിലേക്ക് കേളപ്പനാണ്. പാലക്കാട് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ്. കെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാര്? മൊയ്യാരത്ത് ശങ്കരൻ. അപ്പോൾ കെ കേളപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ അല്ലെങ്കിൽ എം ശങ്കരൻ. അദ്ദേഹമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അവസാനം അടിച്ചമർത്തി ഈ സമരത്തെ 1930 മെയ് 12 ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഏകദേശം ഒരു മാസം ആയപ്പോഴാണ്, സത്യാഗ്രഹം തുടങ്ങി ഒരു മാസം ആയപ്പോഴാണ് ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത്. 1930 മെയ് 12. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂർ ഉളിയത്ത് കടവ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉപ്പ് കുറുക്കിയത് അല്ലെങ്കിൽ സമരം കണ്ണൂരിൽ പയ്യന്നൂരിലാണ് ഉപ്പ് സത്യാഗ്രഹ സമരം നടന്നത്. പയ്യന്നൂർ ഉളിയത്ത് കടവ്, അവിടെയാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. നിയമലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത നേതാക്കളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരൻ, മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇവരൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത നേതാക്കളാണ്. അപ്പോൾ ഉപ്പു സത്യാഗ്രഹ നിയമലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത നേതാക്കൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുണ്ട്, മൊയ്യാരത്ത് ശങ്കരനുണ്ട്, മൊയ്തു മൗലവിയുണ്ട്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരിച്ച വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി എന്ന വ്യക്തിയാണ് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരിച്ച വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടി ആവർത്തിച്ച് നോക്കുകയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ്. അപ്പോൾ കേരളത്തിൽ കെ കേളപ്പന്, കോഴിക്കോട് ജില്ലയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. അപ്പോൾ 1930 ഏപ്രിൽ 13 തുടങ്ങി, നിയമം 1930 ഏപ്രിൽ 21 ലംഘിച്ചു. 1930 മെയ് 12 പോലീസ് അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം എന്ന ഈ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നും ഈ ടോപ്പിക്കിൽ നിന്നും ഈ ക്യാപ്സൂളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. കെ കേളപ്പനായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. നമ്മൾ പറഞ്ഞു മൊയ്യാരത്ത് ശങ്കരനാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം
ഉപ്പ് സത്യാഗ്രഹ സമരം നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും ആവർത്തിച്ച് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.